ഒരു മാസത്തിന് ശേഷം ഞാൻ എൻ്റെ അടുക്കളയിൽ വന്ന് സ്വന്തം പാചകത്തിന് ഒരുങ്ങി. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗോതമ്പ് പഴം നിറച്ചട കൂട്ടിയിട്ട് ഗോതമ്പ് പഴ അട ഉണ്ടാക്കുന്നത്. ഇനി ഞാൻ അതെ ഇനി ആക്റ്റീവ് ആവാൻ പോകുന്നേ ഉള്ളൂ അമ്മ. ഇനി നമ്മുടെ വീഡിയോസിലും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത്രയും നാളും ഇവര് തന്നതെല്ലാം കൊണ്ട് എന്തായാലും ഭക്ഷിച്ച് കഴിക്കുകയാണ്. ഇനി ഒരു ഡയറ്റിങ്ങിന് വേണ്ടി കുറേശ്ശെ ഡയറ്റ് ഉണ്ടായിരുന്നില്ലേ പറഞ്ഞ പോലെ നോക്കിയിരുന്നുള്ളൂ. സജീവമായിക്കൊണ്ടിരിക്കുന്നു. അതെ വളരെ ഞങ്ങളുടെ വീഡിയോസിലൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മ എവിടെ അമ്മയുടെ എന്താ അമ്മ കാണിക്കാതെ. ഞാനപ്പോ അത് കാണിക്കാതെ ആയിരുന്നു. കാരണം അമ്മ ഒരു ഇത് എന്താ പറയാ ഇവിടെയൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ ആ ഒരു സംഭവം കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടും കൂടിയാണ്. വേണമെങ്കിൽ കാണിക്കാൻ പോയത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആക്റ്റീവായിട്ട് വന്നൊക്കെ മാറിയിട്ടൊന്ന് ചെയ്യാന്ന് വെച്ചിട്ടായിരുന്നു. ഇതേപോലെ ആസ്പത്രിയില് ഇരിയാനക്കൂടെയുള്ള ഒരു കുട്ടി വന്നിട്ട് മോനോടി വന്നിട്ട് അച്ഛനെ കണ്ടപ്പോഴേക്കും ഓടി വന്നു. അപ്പൊ അങ്ങനെ എന്നെ കണ്ട് വർത്താനം പറഞ്ഞ് അവരോട് വർത്താനം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സുഖമായോ എന്ന് ചോദിച്ചു. ഞാൻ പറയാം ഡോക്ടറെ കണ്ടിട്ട് സുഖമായിട്ടിരുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ ചെക്കന്മാരെല്ലാവരും എണീറ്റ് വന്നിട്ടുണ്ട്. എണീറ്റ് പാടെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോഴായ പിന്നെ കുളിപ്പിക്കൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ ആദ്യം കുളി കഴിഞ്ഞ് പിന്നെ പരിപാടി കഴിഞ്ഞല്ലോ. അപ്പോൾ ആദ്യമേ വെളിച്ചെണ്ണ പറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം അമ്മയാണെങ്കിൽ ദേ അമ്മയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗോതമ്പിൽ പഴമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള അട റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേർക്ക് വേറെ വെള്ളപ്പം നമ്മൾ വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് സ്പെഷ്യലായിട്ടോ, അമ്മയ്ക്ക് ഏട്ടന് സ്പെഷ്യലാണ്, അഞ്ചൂന് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പം അതേപോലെ തന്നെ കുറുമക്കറിയാണ്, ഉരുളക്കിഴങ്ങ് ഇട്ട് സവാളൊക്കെ ഇട്ട് വെച്ച കറിയാണ്. എൻ്റെ കുട്ടി തന്നെ ഇപ്പൊ ചായ കറക്റ്റ് ഹൈസ് കട്ടുണ്ട് പിന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ എന്നിട്ടുണ്ടാ എന്നോട് ഇന്നലെ തന്നെ പറഞ്ഞിരിക്കുന്നു കുത്തു കുത്തു കുത്തുന്ന്. ഇന്ന് രാവിലെ തന്നെ മനോജേട്ടൻ എത്തിയിട്ടുണ്ട്. അപ്പം ഇതേ മീൻ അച്ഛനും മോനും കൂടിയാണ് നോക്കുന്നത്. ആകെ ഒരു മീൻ ഉള്ളൂ, അയില മാത്രമേ ഉള്ളൂ ഫുള്ള് ആ കൊട്ടയിൽ. അല്ലെങ്കിൽ വേറെ 2 തരമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ നല്ല വലിയ അയിലയാണ്. അപ്പം അച്ഛൻ പറഞ്ഞു അയില എടുത്തോളം പറഞ്ഞിട്ടുണ്ട്. അപ്പം അയില കറിയും വെക്കും അയില വറുക്കുകയും ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. നല്ല വലിയ അയില. എനിക്ക് മീൻ വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞങ്ങൾക്കൊരു മീൻ കൊതിയന്മാരായതുകൊണ്ട് തന്നെ എന്ത് മീനാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ത്വരയാണ്. അപ്പം ഞാൻ നേരെ മീൻ വാങ്ങിച്ചിട്ട് അടുക്കളയിൽ കുറച്ച് വെള്ളം, അങ്ങനെയാണല്ലോ മീൻ കൊണ്ടിടുമ്പോൾ തന്നെ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവണമെന്നാണ് അമ്മയൊക്കെ പറയാട്ടോ. അപ്പോൾ അച്ഛൻ്റെ പൈസ എടുത്തൊരാളെ ഞാൻ കൊണ്ട് കൊടുക്കട്ടെ. ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു എൻ്റെ വീട്ടിലും. ഇതേപോലെ തന്നെ മീൻ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അമ്മ അല്ലെങ്കിൽ അമ്മ പൈസ എടുത്തിട്ട് വരും, അത് നേരെ കൊണ്ടുപോയി കൊടുക്കും. അത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു ഡബ്ബയാണ് നേരത്തെ. അപ്പോൾ മനോജേട്ടനോട് ചാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നേരെ ഇനി എന്താ ഞാൻ ഇന്ന് നേരത്തെ കുളി കഴിഞ്ഞു കേട്ടോ. ഗുഡ് ബൈ ആയിട്ട് കയറിയിരിക്കും. കാശ് മടിയിലെടുത്ത് വെച്ചേ രൂപ തരാം കേട്ടാ. ഓക്കെ പിള്ളേർ ഇതിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തു. അതേപോലെ തന്നെ കുളിപ്പിച്ചും കഴിഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. ഇത് ജിമ്മിന് പോകുമ്പോൾ അല്ലുവിനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടാണ് അല്ലുവിനെ പുതിയ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിരുത്തിയിട്ടുള്ളത്. അതിന് കുളിച്ചിട്ടില്ല. കാശിയും അല്ലും കൂടിയാണ് ഒരുമിച്ച് അങ്ങോട്ട് കുളി കഴിഞ്ഞത്. ഇവർ 2 പേരിൽ ആരെങ്കിലും ഒരാളെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ആരെയും കൊണ്ടുപോയില്ല കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് പോയത്. കാശിയുടെ ചേട്ടൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അതേ കുഞ്ഞാവ് എത്തിയിട്ടുണ്ട്. കുഞ്ഞാവയും നമ്മുടെ ചാനും കൂടി കൊടുങ്ങല്ലൂർ പോവാണ്. വണ്ടി എന്തോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് 2 പേരും ഒരേപോലത്തെ ടീഷർട്ടൊക്കെ അപ്രതീക്ഷിതമായി എടുത്തതാണ്. അപ്പോൾ അതേ 5 ജിമ്മിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ്. അതിനെന്തിനോ വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഫോൺ കിട്ടാത്തതിനോ വണ്ടി കിട്ടാത്തതിനോ വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലു ചേട്ടനെ കണ്ട ഷർട്ടൊക്കെ ഇട്ടിട്ട് സുന്ദര കുട്ടപ്പനായിട്ട് വണ്ടില്ലടി പൊന്നെ. നമ്മുടെ കുഞ്ഞി പൊന്നിന് എൻ്റെ ഒരു വാശി. ഞാനിപ്പോൾ ഒരു കരച്ചിൽ പ്രതീക്ഷിച്ചു നമ്മുടെ അല്ലുവിൻ്റെ ഭാഗത്തു നിന്ന്. കാരണം നിഖിൽചേട്ടൻ എവിടേക്കെങ്കിലും പോകാൻ നിൽക്കുന്ന അറിഞ്ഞാൽ, അല്ലെങ്കിൽ പുതിയ ഷർട്ടോ പാൻറ്റോ മുടി എങ്ങനെ സെറ്റിനൊക്കെ ഉണ്ടാവുന്ന അറിയാം എങ്ങോട്ടോ ടാറ്റ പോവാണ്. അപ്പം അപ്പം തുടങ്ങും അവന് വേഷം കിട്ടും കരച്ചിലും.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാശിനും കൊണ്ട് ഏട്ടൻ പോവാണ്. ഇത് നിഖിൽ ചേട്ടൻ വണ്ടി എടുത്തിട്ടാണ് പോലെ വല്ലപ്പോഴൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. എപ്പോഴും എടുക്കാറില്ല. ഇപ്പോൾ എടുത്തെടുത്ത് ചേട്ടൻ സെറ്റായിട്ടുണ്ട്. ഹൈറ്റ് കൂടുതലായതുകൊണ്ട് ചേട്ടൻ അങ്ങനെ എടുക്കാറില്ല. നമ്മുടെ 2 ചെക്കന്മാരും കണ്ടു തെറ്റിയപ്പോൾ നേരെ അച്ചുമാമൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ആരും നിന്ന് കുളി പോഞ്ഞ് വേറൊന്നല്ല, അവൾക്ക് ഇന്നലെ സ്കൂളിൽ വെച്ചിട്ട് തന്നെ ലൂസ് മോഷനായി. പിന്നെ ഇവിടെ വീട്ടിൽ വന്നിട്ട് ലൂസ് മോഷൻ ഉണ്ടായിരുന്നു 2-3 പ്രാവശ്യം. ഛർദിക്കായിരുന്നു. അപ്പോൾ ഇതേപോലെ സ്കൂളിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വയറിളകി പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിടാഞ്ഞത്. ഇനി മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് ആരും കമൻറ്റ് കൊണ്ട് വരരുത്. ഇതൊക്കെ സാധാരണ എല്ലാ മനുഷ്യന്മാർക്കും അല്ലെങ്കിൽ പിള്ളേർക്കൊക്കെ ആയാലും വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. ഞങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒന്നും വിട്ടില്ല. കാരണം ഇന്നലെ തന്നെ സ്കൂളിൽ വെച്ചിട്ട് പോയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളാവുക. അപ്പോൾ ഇന്നും ഞങ്ങൾക്ക് വിഷമമായി. അപ്പോൾ അവൾ പറയാനായിട്ട് ഞങ്ങൾക്ക് വിഷമമായി. അവൾ എന്നെ ക്ലീൻ ചെയ്തെന്നൊക്കെ പറഞ്ഞപ്പോഴേ അവരും പോയിരിക്കുന്നു വീട്ടിൽ നിന്നും. ഹിൽചേട്ടൻ കൊടുങ്ങല്ലൂർക്ക് വണ്ടി എന്തോ സംഭവം ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പോയി. അതേപോലെ തന്നെ കുഞ്ഞാണ്ടിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുവണ്ടി, ചെറിയ വണ്ടി സർവീസിന് കൊടുത്തിട്ട് അങ്ങോട്ടൊക്കെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. നമ്മുടെ നിഷാദേട്ടൻ്റെ നിതീഷേട്ടനാണെങ്കിൽ നിഷാദേട്ടൻ ആരാന്ന് ചോദിക്കിയത് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. അപ്പം വായിൽ വന്ന നിതീഷേട്ടനാണെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പോയിട്ടുണ്ട്. അപ്പോൾ 5 ജിമ്മിന് പോയി. നമ്മുടെ ചെക്കന്മാരൊക്കെ ദേവിയുടെ ഓടിയും ചാടിയൊക്കെ കളിക്കുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഉണ്ണിയുടെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്തിട്ടുള്ളതിലാണ് ഇപ്പോൾ പണി. പിന്നെ ഐനൂസ് കുളിച്ചിട്ടില്ല. അല്ലും കാശി നേരത്തെ 5 കുളിപ്പിച്ചു. ഐനൂസത്തെ കുളിക്കാൻ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ കുളിപ്പിക്കട്ടെ. ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ഉണ്ണിൻ്റെ ഉണ്ണീനെ കളിപ്പാട്ടങ്ങൾ എടുത്ത് കളിക്കാൻ വേണ്ടി പോകണമാണ്. എന്നിട്ട് ഇടയ്ക്ക് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വരും. നമ്മളത് അങ്ങോട്ട് നൈസായിട്ട് കൊണ്ടു കൊടുക്കും. അല്ലെങ്കിൽ അവിടെ നിന്ന് ആദ്യക്കുട്ടനെ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യക്കുട്ടൻ്റെ കയ്യിൽ കൊടുത്തയക്കും. അങ്ങനെയായിട്ട് പതിവ്. അങ്ങനെ അല്ലുക്കുട്ടനെയും കുളിപ്പിച്ച് അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്ന് പാൻറ് ഇടുന്നു പറഞ്ഞിട്ട് ഇപ്പം ഇവരെ ചോയ്സാണ്. ഡ്രസ്സൊക്കെ ഇടുമ്പോൾ പാൻറ് വേണം, ഷർട്ട് വേണം, ടീഷർട്ട് വേണം, കയ്യില്ലാത്ത ഡ്രസ്സ് വേണം. ഇവന്മാർ പറയുന്ന ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫുൾ വാശിയായിരിക്കും. ആദ്യം പാറ് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു അവൾക്ക് മാത്രമുള്ളൊരു വാശിയാണ്. ഇപ്പോഴാണ് മനസ്സിലായത് ലോകത്തെ എല്ലാ പിള്ളേർക്കും ഒരുവിധം പ്രായമാകുമ്പോൾ വയസ്സാകുമ്പോഴും ഉള്ളൊരു പ്രത്യേകമായൊരു സ്വഭാവമാണെന്ന്. അങ്ങനെ അവർ പറയുന്ന പോലെയൊക്കെ ചെയ്ത് കൊടുത്ത് പാലും കൊടുത്തിട്ട് അവിടെ കെടുത്തിയിട്ടുണ്ട്. പാൽ കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇവന്മാർ ഇപ്പോഴും ഗ്ലാസ്സിൽ പാൽ കുടിക്കില്ല. ഞങ്ങൾ ഒരുപാട് ട്രൈ ഒക്കെ ചെയ്തതാണ്. പക്ഷെ അവന്മാർക്ക് ഇഷ്ടമല്ല. ഗ്ലാസ്സിൽ വെള്ളവും ജ്യൂസും മാത്രം കുടിക്കാൻ പാടുള്ളൂ എന്നുള്ളത് നിർബന്ധത്തിലാണ് കേട്ടോ. എന്തെങ്കിലും കുടിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലൊക്കെ ചെല്ലുള്ളൂ. അപ്പോൾ ബോട്ടിലെങ്കിലും കുടിക്കട്ടെ എന്ന് വിചാരിച്ച് അതിൽ കൊടുക്കും. ഇനി ഞാൻ എൻ്റെ സ്വയം മേക്കപ്പിലേക്ക് കിടക്കട്ടെ. ഞാൻ എപ്പോഴും ഒരു മോയ്സ്ചറൈസർ, അത് എവിടേക്കെങ്കിലും പോവുകയാണെങ്കിലും വീട്ടിലിരിക്കുകയാണെങ്കിലും ഫേസ് കുളി കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും ഫേസ് ആദ്യം വാഷ് ചെയ്യും കേട്ടോ. എന്നിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കും. ചേച്ചിയും 2 അനിയന്മാരും നല്ല കളിയിലാണ്. അപ്പോൾ ചേച്ചി അവിടെ ഉണ്ണിപ്പേരൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെന്നിട്ട് ഇവന്മാരെ വക കുറേ കളിയൊക്കെ. അപ്പോൾ അതിനോട് പറയുന്നത് മാം ഇവന്മാരൊന്നും എടുത്തുകൊണ്ട് പോകും. പക്ഷെ ഞാൻ ഇവന്മാരെടുത്തുകൊണ്ട് പോകും. ഇവന്മാർ നേരെ ചേച്ചിമാരെടുത്തുകൊണ്ട് ചേച്ചിമാരെ കൂടെ കളിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അവളാണെങ്കിൽ അധികം ചീത്തൊന്നും പറയില്ല. അപ്പോൾ അതുകൊണ്ട് അവളോട് പ്രത്യേക സ്നേഹമായിട്ട് ഐനൂന്. അവൾക്കും ഐനൂനോട് ഒരു പ്രത്യേക സ്നേഹമാണ്. കാരണം അങ്ങനെ ഉപദ്രവിക്കൊന്നും ചെയ്യില്ലായിരുന്നു. അല്ലും കാശൊക്കെ കുറച്ച് ഉപദ്രവം വെച്ച് വേറെയല്ല, ചാടി കയറി കളിക്കുക, കുത്തിമറിയൊക്കെ ചെയ്യും. അപ്പം ഞാൻ കുറച്ച് നേരം പുറത്ത് കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ തണലത്ത് കൊണ്ട് നിർത്തിയപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ഉണ്ണി വന്നിട്ടുണ്ട് അവന് സൈക്കിളായിട്ട്. പിന്നെ ആ ഉണ്ണിനെ കൂടി ആയി ഫുൾ കളി. അവൻ്റെ സൈക്കിൾ കിട്ടണമെന്ന് പറഞ്ഞിട്ട് വാശി ചെയ്യും. അപ്പം ഞാൻ ഉള്ള സൈക്കിൾ എടുത്ത് കളിക്കടാന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ഇരുത്തിയിരിക്കുകയാണ്. അവൻ്റെ ബാക്കിലത്തെ കൊട്ടയിലത്തെ കാശുക്കുട്ടൻ എല്ലയും മണ്ണൊക്കെ പറക്കിയിട്ടിട്ട് അമ്മ ചീത്ത പറഞ്ഞു കേട്ടാ എന്തുട്ടാണ് ആ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്. കാരണം അവൻ്റെ അധികം പുറത്തേക്ക് ഇറക്കാത്ത സൈക്കിളാണ്. അപ്പോൾ അതിൻ്റെ മണ്ണൊക്കെ വാരിട്ടിട്ടുണ്ട്. അവനിങ്ങോട്ട് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവന്മാരെ കാണാനും ഇവന്മാരെ സൗണ്ടൊക്കെ കേൾക്കുമ്പോഴേക്കും അവൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ കാക്കും ഒച്ചയൊക്കെ ഉണ്ടാക്കും. പിന്നെ നമ്മുടെ മുന്നിലത്തെ ഷീറ്റ് വിരിച്ചിട്ടില്ലേ, അവിടെ ഇവനെ കൊണ്ട് ഇറക്കി വിടും. അപ്പോൾ ഇവരെ കൂടെ ഒക്കെ കളിച്ചോളൂ. ഇവർ കളിക്കുന്നതൊക്കെ നോക്കിയിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഐനൂസൂട്ടൻ്റെ സൈക്കിൾ എടുക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. കണ്ടില്ലേ, ഞാനപ്പോൾ ഒരു 12:45 ചോറെടുത്തു. ചോറിന് കൂട്ടാൻ അയിലായിരുന്നു. അപ്പോൾ അയില വെച്ചതും വറുത്തതും എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പിള്ളേർക്ക് പിന്നെ ഫുള്ള് മീനാണ് ഇഷ്ടം. മീൻ ചിക്കനൊക്കെയാണ് ഇഷ്ടം. പിന്നെ അരച്ചുകറികൾ ഇഷ്ടമാണ്. പക്ഷേ അരച്ചുകറിയിൽ സൈഡായിട്ട് അച്ഛൻ്റെ അമ്മേനെയും പോലെ തന്നെ ചിക്കൻ ഉണ്ടെങ്കിൽ കുശാലായിട്ടുണ്ട്. അങ്ങനത്തെ 3 വാരി കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും 5 ജിമ്മിന് പോയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തിട്ട് വന്നിട്ട് ബാക്കി കാശിക്ക് വാരി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് പിള്ളേരൊക്കെ സെറ്റാക്കി ഹാളിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഫുഡ് എടുത്തു. ഇപ്പോൾ എന്നും തൈര് കഴിക്കാറുണ്ട്. നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ തൈര് ഭയങ്കര ഇഷ്ടമല്ല. അധികം പുളിയില്ലാത്ത തൈരല്ലേ, വെറുതെ തിന്നാനായാലും നല്ല രസമല്ലേ. അപ്പോൾ തൈരും മീൻ വറുത്തതും അച്ചാറും മുളക് ഞാൻ കഞ്ഞിച്ചിട്ടില്ല, അതും പിന്നെ കണ്ണച്ചൻ്റെ അച്ചാറുണ്ടായിരുന്നു, അതും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറ് കൊടുക്കലും ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്, റൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ 2 പേരെ ഞാൻ മുകളിലേക്ക് കൊണ്ടുവരാണ് ചെയ്യാറ്.
ഇപ്പം അങ്ങനെ ഒരു ശീലമാക്കി എടുത്തിട്ടുണ്ട്. അത് എന്തുകൊണ്ട് നല്ലതാണെന്ന് തോന്നുന്നു. കാരണം ഇപ്പം ആരില്ലെങ്കിലും ചികിത്സേട്ടനില്ലെങ്കിൽ കൂടി എനിക്ക് നിൽക്കാമല്ലോ. ഉറക്കത്തിൻ്റെ ഒരു കേസ് കൊണ്ടാണ് എനിക്ക് കുറച്ച് മീൻസ് ഞാനല്ലാണ്ട് വേറൊരാൾ എനിക്ക് വേണ്ടത്. പക്ഷെ ഇവരിങ്ങനെ സെറ്റ് ആവുകയാണെങ്കിൽ എനിക്ക് ഓക്കെ ആയിരിക്കും. ഇവർക്കും അതൊരു ബോധ്യമാവും. രണ്ടുപേരും കിടന്നിട്ട് അല്ലെങ്കിൽ ഇവർക്കൊരു കുശുമ്പ് വരും. അപ്പം അങ്ങനെയൊന്നുമില്ല. 2 ദിവസമായിട്ട് എൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങിക്കോളും. ആരെങ്കിലും എനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത് കിടക്കണമെന്നുള്ളൊരു കിടക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഓക്കെയാണ്, വീണ്ടും കിടന്ന് ഉറങ്ങിക്കോളും. അങ്ങനെയായിട്ട് എന്തായാലും ഉറങ്ങി എനിച്ചിട്ട് കാണും. അങ്ങനത്തെ 2 പേരും ഉറങ്ങിയിട്ടുണ്ട്. ഒരു 1/2-3 മണിക്കൂറിനുള്ളിൽ ഉറങ്ങും. അത്രയും സമയം വേണം. കഥ പറഞ്ഞിട്ടാണ് ഉറക്കി കൊടുക്കുക. അപ്പോൾ ആദ്യം മൈനൂസ് ഉറങ്ങും കേട്ടോ. ചില ദിവസങ്ങൾ അല്ലു ഉറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിരിക്കും. അപ്പോഴേക്കും പുറത്ത് നമ്മുടെ അയിനുവിൻ്റെയും നമ്മുടെ പാറുവിൻ്റെയും കാശിയുടെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിരിക്കുന്നുണ്ട്. അച്ഛൻ്റെ ചെടികളുടെ ഇടയിലാണ്. അപ്പുറത്തെ ഊഞ്ഞാലിൽ ആരൊക്കെ ഇവന്മാരും ഉറക്കം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ മുറുക്കോ എന്താങ്ങാണ്ട് കഞ്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പുറത്തിരുന്ന് ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കിസ്സ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എനിക്ക് ഓർമ്മയില്ല എന്താ പറയുന്നതൊക്കെ. ഇതൊരു സ്ഥിരം പതിവായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ പറയാനായിട്ട് പൈനൂസിൻ്റെ പാച്ചസ് കുറച്ച് ദിവസമായി ഒട്ടിച്ചിട്ട് പാച്ച് കണ്ണിൽ അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെതായ വാശിയുണ്ട് അവന്. സർപ്രൈസ് കേട്ടത് എനിക്ക് ആ കേക്ക് കൊടുത്തതേ ഓർമ്മയുള്ളൂ. ഫുള്ള് നിറച്ചിട്ടിരിക്കുക കേട്ടോ ഹാളിൽ. എനിക്ക് തോന്നുന്നു ഐനൂസിനാണ് കുറച്ച് വൃത്തി കുറവ്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവിടെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് ഇട്ട് നടക്കും. കാശുകൂട്ടനും ഇവൻ്റെ അത്രയ്ക്കില്ലെങ്കിലും അവനും ചെയ്യും കേട്ടോ. എല്ലാം ഇഷ്ടപ്പെട്ട ഫുഡാണെങ്കിൽ ഒട്ടും കളയില്ല കാശും. അത് ഐനൂസാണ് മോശം. ഇതിങ്ങനെ ഫുള്ളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആക്കി. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം തുടച്ചു കൊടുത്തു. അപ്പോഴേക്കും വിളക്ക് കാട്ടാനുള്ള സമയമായി. നമ്മളിപ്പോൾ അറിയാമല്ലോ, ഞാൻ മിക്ക വീഡിയോസിലും പറഞ്ഞാണ് ആദ്യം നമ്മൾ ഇറയും തുടച്ചിട്ടിരിക്കുന്നതാണെങ്കിൽ പോലും ആ ഒരു വിളക്ക് വയ്ക്കുന്ന ആ ഒരു പോർഷൻ നമ്മളിങ്ങനെ തുടച്ചിടും. അതിനുശേഷം മൊന്തയുണ്ട്. ആദ്യം മൊന്തയിൽ വെള്ളം കൊണ്ടുപോയി വെക്കും. എന്നിട്ടാണ് നമ്മൾ വിളക്ക് വെക്കുക. വിളക്ക് ഒരു തട്ടിയിലാണ് വെക്കുക. അവിടെ വീട്ടിൽ ഡയറക്റ്റായിട്ട് അവിടെ വെക്കുകയാണ് ചെയ്യുക വിളക്ക്. അപ്പോൾ പറയും കുറേ പേര് വിളക്ക് നിലം തൊടാതിരിക്കുന്നതാണ് നല്ല. ഓരോരുത്തരുടെ വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളാണ് അത്. എൻ്റെ വീട്ടിൽ ഇപ്പോഴും ചെയ്യാറില്ല കേട്ടോ. പക്ഷെ ഇവിടെ അമ്മ അതൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഞങ്ങളത് ഫോളോ ചെയ്യുന്നു. അങ്ങനെ വിളക്ക് കാട്ടട്ടെ. ഞാൻ വിളക്ക് കാട്ടുമ്പോൾ ഇവർ 2 പേരും വരുന്നുണ്ട്. ബീതം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ കാട്ടും. ആ മൊന്തൊക്കെ അവിടെ നിന്ന് നീക്കിയൊക്കെ വെച്ച് തരും കേട്ടോ. അപ്പോൾ അവിടെ വിളക്കാട്ടിൻ്റെ ഇടയിൽ കുറച്ച് നേരം ഇരുന്നിട്ട് മിഠായി ഉണ്ടായിരുന്നു. ഒരു കൂട്ടർ വന്നിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് എടുത്ത് കൊടുക്കട്ടെ പിള്ളേർക്ക്. പിന്നെ നമ്മുടെ ഡ്രസ്സ് മടക്കി വയ്ക്കാതിരിക്കട്ടെ. ഓരോ ദിവസവും ഇത്രയും ഡ്രസ്സ് ഉണ്ടാവും നമുക്ക് കേട്ടോ. ഞങ്ങളുടെ 10 പേരുടെ ഡ്രസ്സും കൂടിയിട്ട് ഇത്ര അധികം ഉണ്ടായിരിക്കും. നല്ലതായിട്ടായാലും വീട്ടിലുണ്ടായാലും ചിലപ്പോൾ രണ്ടെണ്ണമൊക്കെ ചില ദിവസങ്ങൾ മാറാറുണ്ട്. എന്തെങ്കിലും ഇവന്മാരെ എന്തെങ്കിലും അഴുക്കോ സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഡ്രസ്സ് മാറാറുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ഡ്രസ്സുകളുണ്ട് മാറാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കുറച്ച് നേരം കഴിയുമ്പോൾ കുഞ്ഞാവ് എത്തിയിട്ടുണ്ട്. കുഞ്ഞാവ് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പോകും, ദുബായിക്ക് പോകും. അപ്പോൾ അതിൻ്റേതായ ഒരു ചിലവ് കൊടുക്കാൻ വേണ്ടി ചെക്കനെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് മേടിച്ചിട്ടുണ്ട്. അവർ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അൽഫാം ഒരു സ്പെഷ്യലായ അൽഫാമാണ്. ഭയങ്കര ഗ്രേവിയൊക്കെ വന്നിട്ട് നമ്മൾ അടുത്ത് തന്നെയായിട്ട് വാങ്ങിച്ചത്. അങ്ങനെയല്ല കണ്ണ അച്ഛ പറയണ കേക്കടാ. അല്ലൂസേ അച്ഛ പറയണ കേക്ക്.
പിന്നെ ഒന്നും പറയണ്ട, ഇത് ഞങ്ങളുടെ ഡാൻസ് പ്രാക്ടീസ് സെക്ഷനാണ്. പാറു ഞങ്ങളുടെ ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിച്ച് തരാൻ പോവാണ്. അപ്പോൾ ഞങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു ആഗ്രഹമൊക്കെ ഉണ്ട് ഈ ഡാൻസിന് പോകണം എന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാറു ഞങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ എക്സസൈസ് വർക്കൗട്ടില് ഇങ്ങനെ ഇങ്ങനെ കിട്ടുന്നല്ലോ എനിക്ക്. ഡാൻസ് സംഭവം വരുന്നുണ്ട്. മുദ്രകൾ പഠിപ്പിച്ചു അമ്മയ്ക്കും മേമയ്ക്കും. മേമ നമുക്ക് പതാക, ത്രിപതാക, അർത്ഥപതാക, കർത്തരീമുഖം, മയൂരം, അർത്ഥചന്ദ്രൻ, അരാളം, അരാളം, ശുകതുണ്ടം. പറ അതൊക്കെ കഴിഞ്ഞത് 10 മണിയായിട്ട് ഫുഡ് കഴിക്കുന്നപ്പോൾ ഏട്ടനെ കാത്തിരുന്നിട്ടാണ് ലേറ്റ് ആയത്. പക്ഷേ ഏട്ടൻ ഇപ്പോഴും വരില്ല. ഏട്ടന് കാറ് നന്നാക്കാൻ കൊടുത്തവർക്ക് പെട്ടു. അപ്പോൾ ഏട്ടൻ ഞങ്ങളോട് കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഫുഡൊക്കെ അടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇരിക്കുകയാണ്. ലാസ്റ്റത്തെ ഞങ്ങളുടെ ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ പിള്ളേർ കണ്ടിപ്പരിപ്പ്, അതേപോലെ തന്നെ പംകിൻ സീഡ്, സൂര്യകാന്തി ഇല്ലേ, സൺഫ്ലവർ സീഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് എന്തോരം വേണമെങ്കിൽ തിന്നോളാം. ഇത് അധികം കൊടുക്കാനും പാടില്ലല്ലോ. പക്ഷെ എന്നാലും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പറക്കി തിന്നാനായിട്ട്. എന്നാൽ അതെങ്കിലും തിന്നട്ടെ വിചാരിച്ചവൾ കൊടുക്കാറുണ്ട്. ഇത്ര അധികം അവനല്ലട്ടെ, എനിക്ക് നിഖിൽ ചേട്ടനും അവനും കൂടി വേണ്ടിയിട്ട് എടുത്തതാണ്. അതൊക്കെ കഴിഞ്ഞതേ ഞങ്ങളിത് ഇവിടെ കിടക്കാൻ വന്നു, റൂമിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവരെ വക കുറച്ച് അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാണാം. ഇവിടെ വന്നിട്ട് പെട്ടെന്നൊന്നും ഞങ്ങൾ കിടക്കൂല. ഇവിടെ ചാടി തുള്ളി മറിഞ്ഞ് തല്ലുണ്ടാക്കി കരഞ്ഞ് ഞങ്ങളൊക്കെ ഒരു അടിയൊക്കെ കിട്ടിയിട്ട് ചുട്ടപ്പനൊക്കെ വിളിച്ചിട്ട് വേണം ഉറങ്ങുകയാണെങ്കിൽ. ഇവനാണ് ഇതിൻ്റെ മെയിൻ താരം. ഇവനാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾ. ഇവൻ പെട്ടെന്നൊന്നും ഉറങ്ങൂല. ഇവനെ കുറേ നമ്മുടെ വളച്ചൊടിച്ചിട്ട് വേണം ഇവനൊന്ന് ഉറങ്ങി കിട്ടണമെങ്കിൽ എപ്പോഴായാലും. ഇവർ കുറേ നേരം നിഖിൽച്ചേട്ടൻ്റെ കൂടെ ഒന്ന് കളിക്കും കേട്ടോ. ഓരോന്നൊക്കെ ആയിട്ട് നിഖിൽച്ചേട്ടൻ മേത്ത് കുത്തി മറിഞ്ഞ് തലയിൽ കൂടെ ഒക്കെ ചാടി പുറത്ത് കയറി നാനൊക്കെ കളിച്ച് ഇങ്ങനെ തല്ലി മാന്തി പിച്ചി പറിച്ച് ഇവരെ വളയും അതൊക്കെ കൊണ്ട് പൊട്ടിയിട്ടൊക്കെയാണ് ഞങ്ങൾ കിടക്കുക. കാരണം ഇവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. വേറെ നല്ല എനിക്ക് നല്ല കിട്ടും, എനിക്ക് നല്ല ചീത്തയും കേട്ടിട്ടുണ്ടെങ്കിൽ ചേട്ടൻ അദ്ദേഹം ചീത്തൊന്നും പറയാറില്ല. അതുകൊണ്ട് ചേട്ടൻ്റെ അടുത്ത് കുതിര കയറാനായിട്ട് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയിൽ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. കുഴികുത്തി വരച്ചെടുക്ക്, അതിന് വെച്ചെടുക്ക്. അച്ഛന്റെ കൈവ കുഴികുത്തി വാഴച്ച് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ. സബ്സ്ക്രൈബ് ചെയ്ത് പറയേ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ. ഹായ് ഗൈസ്.